നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് IPL മാഗിയാണ് കേട്ടോ. അപ്പോൾ മാഗി നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ക്യാരറ്റും നാരങ്ങയും സവാളയും ചെറുതായിട്ട് പീസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലേസും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഒരു ബൗളിലേക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വേവിച്ച് വെച്ചാണ് മാഗി എടുത്തിട്ടാണ് ആദ്യം ഇടുന്നത്. ആദ്യം ചൂടോടെ നമ്മൾ ഇടുമ്പോൾ ഇത്തിരി ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കും. പക്ഷെ അത് പ്രശ്നമില്ല കേട്ടോ. എന്താ വെച്ചാൽ എല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നല്ല ഉലർന്ന് വരും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെ കുട്ടികൾക്ക് കൊടുക്കണതായിരിക്കും നല്ലത്. എന്താ വെച്ചാൽ മറ്റേപോലെ ആകുമ്പോൾ മാഗി കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കണ പോലെ എനിക്ക് തോന്നുന്നു. നൂഡിൽസൊക്കെ ഇതില്ലേ, പിന്നെ അതിൻ്റെ മസാല ഇത് അത്ര ഇല്ലല്ലോ, ഇത്തിരി കൂടുതൽ നമ്മൾ ഇടില്ലേ. പക്ഷെ ഇതിലെന്ന് വെച്ച് ജസ്റ്റ് അതൊന്ന് പൊടിയാ തോന്നണുള്ളൂ, ഒട്ടും വരണില്ല. പിന്നെ ക്യാരറ്റും ഈ ഇതുപോലെ സവാളയൊക്കെയാണ് അരിഞ്ഞതിടണേ. അപ്പോൾ വലിയ ക്വാണ്ടിറ്റിയിൽ അവരത് കഴിക്കാനോണ്ട് ഇവർക്ക് പെട്ടെന്ന് വിശപ്പ്, അത് വയറ് നിറയും. ഈ നൂഡിൽസ് അധികം വരണില്ല ശരിക്കും പറഞ്ഞാൽ. ഇതുപോലെ വന്നപ്പോൾ ഇപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. ഇത് ടേസ്റ്റും ഉണ്ട്, പക്ഷെ നന്നായിട്ട് വയറ് നമ്മുടെ അത്ര ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് എല്ലാവരുടെയും വയറ് ഫുള്ള് നിറയണ കണക്കിനായിരുന്നു ഉണ്ടാക്കിയത്. ഞാനപ്പോൾ എടുത്തപ്പോൾ കുറച്ചെടുത്തുള്ളൂ. ആ പകുതി നമ്മളൊരു മാഗിയുടെ ഒരു പാക്കറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ പകുതി ഉണ്ടല്ലോ, 2 എണ്ണമൊക്കെ ആയിട്ടുണ്ടാവില്ലേ, അതിൽ ഒരെണ്ണം എടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കണേ. അതെടുത്തത് കണ്ടില്ലേ, കുറച്ചെടുത്തിട്ടുള്ളൂ. എന്നിട്ട് ക്യാരറ്റും ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ സോസൊക്കെ എല്ലാം അത് ഇത്തിരീശ് സോസും കണ്ടമാനം എന്ന് പറയാൻ പറ്റില്ല, ഒന്നും എടുത്തിട്ടില്ല. ഇപ്പം ക്യാരറ്റും സവാളയും മാത്രം ഓരോന്നും. ഇപ്പം ക്യാരറ്റ് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. സവാളയും ഒരെണ്ണം തന്നെ എടുത്തിട്ടുള്ളൂ. മാഗിയുടെ ഒക്കെ പിന്നെ ഈ ലേസാണ് പറഞ്ഞാൽ, ഈ ലേസിൻ്റെ രസം എന്ന് വെച്ചാൽ ഒരു ലേസ് കിട്ടിയ കുട്ടികളെന്ന് വെച്ചാൽ അത് ഒരെണ്ണം കിട്ടിയാൽ അവർക്ക് തികയില്ലായിരിക്കും. പിന്നെ അവർ കണ്ടമാനം കഴിക്കും. അത് ഒരെണ്ണം 2 പാക്കറ്റ് 3 പാക്കറ്റൊക്കെ കഴിക്കണ മട്ടാണ്. കുട്ടികൾക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. പക്ഷെ ഇതിലാവുമ്പോൾ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അവർക്ക് ഇത് ലേസിൻ്റെ ഇപ്പോൾ ഒരു ലേസ് ഇട്ടിട്ടുള്ളൂ, ലേസിൻ്റെ പാക്കറ്റ്. പക്ഷെ അതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാവരിലേക്കും ആകുമ്പോൾ കുറച്ചാണ് അവർ കഴിക്കണുള്ളത്. പക്ഷെ അതിൻ്റെ രുചി കിട്ടുകയും ചെയ്യും. അവരുടെ വിശപ്പ് അത്യാവശ്യം മാറുകയും ചെയ്യും. അത് തന്നെ കഴിച്ചു എന്നുള്ളൊരു നമുക്ക് അയ്യോ എന്നുള്ള മട്ടിൽ പേടിക്കണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടാ. എന്താ വെച്ചാൽ ഇതിൽ ഓവറായിട്ട് ഒന്നും ചേരണില്ല എല്ലാം. ഞാനിതിപ്പോൾ വീഡിയോയിലൊക്കെ എല്ലാവരുടെയും കാണുമ്പോൾ ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഓഫീസിലത്തെ ഒരു കുട്ടി ഉണ്ടാക്കിയിട്ട് നല്ലതായി രീതി ഉണ്ടാക്കിക്കോ. അവർക്കൊക്കെ നല്ല ഇഷ്ടമായി. ഹെവി ആയിട്ട് നന്നായിട്ട് ഭക്ഷണം വയറൊക്കെ നിറയും. കുട്ടികൾക്ക് അത് കൊടുക്കണം, നല്ലതാണ്. ക്യാരറ്റൊക്കെ ഉള്ളിൽ ചേരില്ലേന്ന് വെച്ചു. അല്ലാണ്ട് മാഗിയിൽ ക്യാരറ്റ് ഒന്നിട്ട് അധികം കഴിക്കാറൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ ഇട്ടപ്പോൾ അതിരി കുറച്ച് കഴിഞ്ഞിട്ടും മടുത്തപ്പോൾ പറയണം വേണ്ട ഇനി. പക്ഷെ എനിക്ക് അതിരിയും കഴിച്ചത് രണ്ടാമത് അത് കഴിഞ്ഞിട്ടും ഈ ലേസ് കഴിക്കണമെങ്കിൽ വെറുതെ കൊടുക്കില്ലല്ലോ. അപ്പോൾ ഈ IPL മാഗി ഉണ്ടാക്കി തന്നുകൊണ്ട് അങ്ങനെ രണ്ടാമതോ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇത് ചേച്ചിയുടെ കുട്ടിയാന്ന് ഞങ്ങൾ വീട്ടിൽ പോയിരുന്നില്ല. അപ്പോൾ ചേച്ചിയുടെ കുട്ടി പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കില്ലായിരുന്നു കേട്ടോ. എല്ലാ സാധനങ്ങളും അപ്പോൾ അവള് പറഞ്ഞതിനനുസരിച്ചാണ് ഇപ്പോൾ എടുത്തേക്കണല്ല. അപ്പോൾ കൂടുതൽ ഇനി എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ വീഡിയോ പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും ഇത് ചെയ്തവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടാവും. കുട്ടികൾക്ക് മാത്രമല്ല, എനിക്കും ഇഷ്ടമായിട്ടോ, വലിയവർക്കും ഇഷ്ടമാവും. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ വേണ്ട, അതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ അത് ആ ചൂടോടെ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴാണ് ഒട്ടിയ പോലെ ഇരിക്കണം. പക്ഷെ ഇത് ചൂട് പിന്നെ ഒലർന്ന് വരും. അപ്പോൾ നല്ല ഇതിൽ വരും കേട്ടോ. ഒലർന്നായിട്ട് തന്നെ നമുക്ക് കഴിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇതിൽ പിന്നെ ഞാൻ ഒരു മുറി നാരങ്ങ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 ആ തുള്ളി ആ രുചി ഒന്ന് കിട്ടാൻ കണക്കിന് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. ആ പുളി ജസ്റ്റ് ഒന്ന് കിട്ടാൻ. ഒരു മുറി നാരങ്ങ ഫുള്ളെന്ന് പറയാൻ പറ്റില്ല, അതിന് ജസ്റ്റ് ഒന്ന് പിഴിയുമ്പോൾ കിട്ടില്ലേ, അത്ര എടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് ശരിക്കും പിഴിഞ്ഞെടുത്തില്ല. ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് ആ കിട്ടിയ നാരങ്ങയുടെ ആ നീര് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി. അതിരി കഴിച്ചു, അമല് കഴിച്ചു. അങ്ങനെ ഇതെല്ലാവരും ഒക്കെ ചെയ്ത് നോക്കിക്കോ. വെക്കേഷൻ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഇത് ഒരു ട്രെൻഡിങ് ആയിട്ടായിരുന്നു കേട്ടോ ഇത്. അപ്പം എല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അഭിപ്രായം പറയണേ. ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.
ഇഷ്ടായ സൂപ്പറാ